ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സ്ട്രോബെറി പിങ്ക് മൂൺ എനർജി പോർട്ടൽ ഓപ്പണായി അത് ക്ലോസായി. അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ യൂട്യൂബിലേക്ക് ഒരുപാട് വീഡിയോസ് കണ്ടു കാണാം, അവെയറായിരിക്കും. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് നമ്മളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ആ ഒരു രീതിയിൽ ഒരു 6 മാസം ഒക്കെ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വളരെയധികം ഇങ്ങനെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമുക്ക് നമ്മളിൽ ആ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ആ ഒരു പോർട്ടൽ ഓപ്പണായി ക്ലോസ് ആയതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് ഒരു 4-5 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് അവെയറായിരിക്കണം. നമ്മളതിൽ ഒരുപാട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിൽ വളരെയധികം ഫോക്കസ് ആയിക്കൊണ്ട് നമ്മളുടെ ആക്ഷൻസ് എടുക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അവെയറായിരിക്കുക. അങ്ങനെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം നല്ല ഡിസിഷൻ എടുത്ത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും സ്നേഹത്തിനും നല്ല സജഷനും നല്ല ആ ഒരു മോട്ടിവേഷനും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഇവിടെ ആ ഒരു പിങ്ക് സ്ട്രോബെറി മൂൺ ഇൻ സജിറ്റേറിയസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു 8-ാം തീയതി മുതൽ ഒരു 13-ാം തീയതി വരെ പോർട്ടൽ ഓപ്പണായി ക്ലോസായി. പക്ഷേ അതിനുശേഷം അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 6 മാസം ഇനി അങ്ങോട്ടുള്ള ആ ഒരു നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ എനർജി എല്ലാത്തിനെയും ആ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ആ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കൊടുത്ത് നിൽക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് നമ്മൾക്കൊരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മളൊരു എംപാത്താണ്, അല്ലെങ്കിൽ നമ്മൾ ആരുടെയും ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നില്ല, ആരുടെയും കുറിച്ച് ഗോസിപ്പ് പറയുന്നില്ല, അല്ലെങ്കിൽ ആരോടും ഒന്നിനും കയർക്കാനോ ദേഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലൊന്നും ഇൻട്രാക്ട് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ നമ്മളിലേക്ക് ആ ഒരു കൺഫ്യൂഷണറി സ്റ്റേറ്റിൽ നമ്മളെ ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ ട്വിസ്റ്റിംഗ് ടേണിങ് എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് കയറി വരും. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനബിൾ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തിട്ടല്ലേ പറഞ്ഞിട്ടല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഹൃദയത്തിനെ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടാകുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കും, ഇതിനൊന്നും ഞാൻ പോയില്ലല്ലോ, എനിക്ക് ആരോടും ദേഷ്യമില്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചത് പോലും ഇല്ലല്ലോ, എന്നിട്ടും എന്താ ഇതെല്ലാം എന്നിലേക്ക് തന്നെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുക. നമ്മൾ പലതരത്തിലുള്ള വേദനകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കൺഫ്യൂഷണറി സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചുറ്റിക്കറക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രപഞ്ച ശക്തിയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഇത് ആ ഒരു ശക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരീക്ഷണമാണ്, അപ്പം വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ലോജിക്കലായിട്ട് ഇൻ്റലക്ച്വലായിട്ടെല്ലാം ചിന്തിച്ചുകൊണ്ട് അവിടെ എന്താണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്, നമ്മൾ മിണ്ടാതിരുന്നാൽ മതിയോ, അല്ലെങ്കിൽ ഒരു ചിരിച്ച മുഖത്തോടു കൂടി അത് വളരെ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അങ്ങ് മാറ്റി അവിടെ നിന്ന് നമ്മൾ നീങ്ങി അങ്ങ് പോയാൽ മതിയോ, അല്ലെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ചുള്ള സംസാരം നടത്താം, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇതിനെക്കുറിച്ചുള്ള മറുപടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഇമോഷൻസിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസിനെ ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ഉയർത്തിക്കൊണ്ട് വരുന്ന സാഹചര്യം, പറയുന്ന വ്യക്തി, അവരുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ നേരത്തെ അവരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് വളരെ ഹൈ ആയിക്കൊണ്ട് അവരോട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ അങ്ങോട്ട് കയറൂരി വിടുന്നതാണ് കരയാനോ അല്ലെങ്കിൽ മറ്റ് ആളുകളെ കൂടെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്ത് വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും പോകാതെ അവിടെ വളരെ മൈൻഡ്ഫുള്ളായിട്ട് ബ്രീതിങ് എക്സസൈസ് ചെയ്ത് വളരെ ഗ്രൗണ്ട്ഫുള്ളായിട്ട് നിന്നുകൊണ്ട് യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മളുടെ ഇൻറ്റ്യൂഷൻ എന്ത് നമ്മളെ മുന്നോട്ട് പറയുന്നോ അല്ലെങ്കിൽ നമ്മളെ ഏത് രീതിയിൽ ഗൈഡ് ചെയ്യുന്നോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക, മനഃപൂർവ്വം ശ്രമിക്കുക. ആ ഒരു സിറ്റുവേഷനെ എല്ലാം വളരെ ടാക്കിൾ ചെയ്തുകൊണ്ട് നമ്മളുടെ എനർജി ഒരിക്കലും ഡ്രെയിൻ ചെയ്ത് പോകാത്ത രീതിയിൽ ആ ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക.
ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് സ്വന്തമായി ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ആ ഒരു ഏജ്, ആ ഒരു പ്രായം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നോംസ് ആൻഡ് കണ്ടീഷൻ, ആ ഒരു രീതിയിലൊക്കെ എല്ലാ മനുഷ്യരും മറ്റ് പലതുമായിട്ട് ബന്ധങ്ങളിൽ അങ്ങനെ ചുറ്റിപ്പറ്റ് ആ ഒരു രീതിയിൽ കിടക്കുന്ന ആ ഒരു രീതി ആയതുകൊണ്ട് നമ്മളെ തന്നെ എല്ലാത്തിൽ നിന്നൊന്ന് ഫ്രീ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രസൻറ്റ് ലൈഫ്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന വ്യക്തികൾ, അവരിൽ നിന്നെല്ലാം ദൂരെ മാറി എവിടെയെങ്കിലും ദൂരെ ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക. നമ്മളുടെ ജോലിയാണെങ്കിലും നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സ്നേഹം, ആ ഒരു പണം, അല്ലെങ്കിൽ നമ്മളുടെ എനർജി, ആ ഒരു രീതിയിൽ ഒക്കെ നിൽക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് മാത്രമായിട്ടൊരു പേഴ്സണൽ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒരു സർക്കിൾ വരച്ച് നമ്മളെ അതിനകത്ത് നിർത്തി അതിന് ചുറ്റിനും ഒരു സർക്കിൾ വരച്ച് അതിൻ്റെയും പുറത്തൊരു സർക്കിൾ വരച്ചതിന് ശേഷം അവിടെ നമ്മളുടെ ഏറ്റവും അടുത്ത നിയറസ്റ്റ് ആൻഡ് ഡിയറസ്റ്റ് എന്നുള്ള രീതിയിലുള്ള പേരൻസ് ഉൾപ്പെടെ ഉള്ള എല്ലാവരെയും, നമ്മളുടെ ജോലി, അല്ലെങ്കിൽ അതിലുള്ള ആ ഒരു ഹാർഡ്ഷിപ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാത്തിനെയും അവിടെ നിർത്തിക്കൊണ്ട് നമ്മളുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങളും ആളുകളും തമ്മിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് കൊടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് അത്രത്തോളം സ്വാതന്ത്ര്യമായിട്ടും വളരെ സന്തോഷമായിട്ടും വളരെ ഗ്രേസ്ഫുള്ളായിട്ടും നമ്മളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ തലയിൽ വന്ന് വീണ കാര്യങ്ങളാണല്ലോ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ലാതെ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ളൊരു ഹാർഡ്ഷിപ്സിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നൊന്നും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. അതൊന്നും നമ്മളുടേതായിട്ടുള്ളൊരു ക്രിയേറ്റീവ് ഐഡിയാസ് വെച്ചുകൊണ്ട് അതൊരു ഫുൾഫിൽമെൻറ്റ് രീതിയിലേക്ക് ഒരു 60% അല്ലെങ്കിൽ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഒരു സക്സസ്ഫുൾ രീതിയിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്താലും മറ്റുള്ളവരതൊന്നും കാണുന്നില്ല, അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് ഒരു സ്പേസ് കൊടുത്ത് നിന്ന് ചെയ്യുമ്പോൾ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം കൊടുത്തുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ ചിന്തിക്കാതെ ലിവിങ് വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ എന്നുള്ള രീതിയിൽ വരുന്ന കാര്യത്തിനെക്കുറിച്ച് നമ്മൾ വളരെ പ്രതീക്ഷയൊന്നും കൊടുക്കാതെ എൻ്റെ രീതിയിൽ എൻ്റെ ആ ഒരു ക്രിയേറ്റീവ് ഐഡിയ വെച്ച് അന്നേരം എനിക്ക് ഇൻഡ്യൂട്ടീവ് ലെവൽ എന്ത് തോന്നുന്നു ആ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് പോകുന്നു. അങ്ങനെ ചെയ്തു പോകാൻ പ്രപഞ്ചശക്തി എന്നെ സഹായിക്കുന്നു. അതിന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വളരെയധികം സന്തോഷിപ്പിക്കാനും സെൽഫ് ലവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെൽഫ് ഡിസ്കവറി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ ഒന്നാമത്തെ പേഴ്സണായിട്ട് നിർത്തിക്കൊണ്ട് നമ്മളുടെ എനർജിയെ ഒരിക്കലും ഡ്രെയിൻ ചെയ്തു പോകാത്ത രീതിയിൽ, എന്നാൽ നമ്മളുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളെയെല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ടും വളരെ കോൺഫിഡൻ്റ് ആയിട്ടും ചെയ്തു പോകാനായിട്ടും അത് സഹായിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തുറന്ന് സംസാരിക്കാനുള്ള നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ആക്കി വെക്കുന്ന ആ ഒരു രീതി, എപ്പോഴും ആ ഒരു നമ്മുടെ ഒതൻറ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് ഒരു പീപ്പിൾ പ്ലീസർ ആകാതെ എൻ്റെ ചുറ്റിന് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന വ്യക്തി എൻ്റെ ഇന്നയാളാണല്ലോ, അപ്പോൾ എൻ്റെ മനസ്സിലുള്ള വ്യൂസ് എല്ലാം അങ്ങനെ തുറന്നു പറഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് പോകും, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് എന്നെക്കുറിച്ച് എന്ത് പറയും എന്നൊക്കെയുള്ളൊരു ചിന്താഗതി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഈശ്വരൻ്റെ ഒരു സൃഷ്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈശ്വരൻ്റെ കുഞ്ഞ് എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിയാണ്, ഒരു സോളാണ് ഞാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ വ്യൂസ് ഐഡിയാസ് എല്ലാം തുറന്ന് പറയണം. തുറന്ന് പറഞ്ഞാൽ മാത്രമേ അംഗീകരിക്കുന്നവർ എന്നെ അംഗീകരിക്കും, എൻ്റെ കൂടെ നിൽക്കേണ്ടവർ എൻ്റെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അവിടെ ആ ഒരു ഡിവൈൻ ഫോഴ്സ് എപ്പോഴും എൻ്റെ ചുറ്റിനുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ പോലെ, ഒരു ഗൈഡൻസ് പോലെ എപ്പോഴും എൻ്റെ ചുറ്റിനുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളെ തന്നെ ഒന്ന് ഒതുക്കി വയ്ക്കാതെ തുറന്നു പറയാനുള്ള ആ ഒരു പ്രവണത കീപ്പ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിൽ തന്നെ എല്ലാം സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് ആ ഒരു രീതിയിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇന്നർ ചൈൽഡ് ചോദിക്കും, നിങ്ങൾ എന്തേ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിൽ
തരത്തിലാണ് നിങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ അതിന് എപ്പോഴും ആ ഒരു സങ്കടം അല്ലെങ്കിൽ അതിൻ്റെ ദേഹം മൊത്തം ഇങ്ങനെ സ്കാർ വന്ന രീതിയിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് എപ്പോഴും വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് മാറിക്കൊണ്ട് എപ്പോഴും ഒരു പീപ്പിൾ പ്ലീസർ ആവാതെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം വളരെ സന്തോഷത്തോടു കൂടി എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പുറത്തോട്ട് നോക്കുന്ന ആ ഒരു ജീവിതത്തിനെ ഒരു വേറിട്ട കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കാനായിട്ട് ശ്രമിക്കുക. വളരെ കോൺഫിഡൻറ്റ് കുറച്ച് കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാം. എല്ലാം എന്നെ കൊണ്ട് പറ്റും, ഞാനിതെല്ലാം ചെയ്തിട്ടുള്ളതാണല്ലോ, എനിക്ക് അവരെ അറിയാവുന്നതാണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ എത്രയോ ടാക്കിൾ ചെയ്തതാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഓവർ കോൺഫിഡൻസ് വരാൻ പാടില്ല. ഓവർ കോൺഫിഡൻസ് വന്നാൽ അവിടെ പാളിച്ചകളും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വളരെ ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും സറണ്ടർ ചെയ്ത് കൊടുത്തുകൊണ്ട് എന്താണ് എനിക്ക് ഇൻഡ്യൂട്ടീവ് ലെവലിൽ തോന്നുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇനി നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്നാൽ ഒരുപാട് റെഡ് ഫ്ലാഗ്സ് അവിടെ യൂണിവേഴ്സൽ ഫോഴ്സ് നമ്മുടെ മുന്നിൽ തടസ്സങ്ങളായിട്ട് കൊണ്ടുവരുന്നു, അതൊക്കെ എൻ്റെ തോന്നലുകൾ, അത് സാരമില്ല, അതങ്ങ് പൊക്കോളും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അതിനെ പുഷ് ചെയ്ത് ഒന്നും നേടിയെടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള ഓവർ കോൺഫിഡൻസ് കാണിക്കാൻ പാടില്ല. റെഡ് ഫ്ലാഗ്സ് അവിടെ പ്രപഞ്ചശക്തി നമ്മൾക്ക് തരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര ഇഷ്ടപ്പെട്ട കാര്യമായാലും അത് നമ്മളുടെ ജീവിതത്തിന് നല്ലതല്ല. ഇറ്റ് ഈസ് നോട്ട് ഫോർ യുവർ ഹയസ്റ്റ് ഗുഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രപഞ്ചശക്തിയോട് വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് എന്ത് നമ്മളുടെ മുന്നിൽ വഴി കാണിച്ചു തരുന്നോ ആ ഒരു രീതിയിലേക്ക് പോകാനായിട്ട് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഹാർട്ട് സ്പേസ് വളരെ എക്സ്പാൻഡഡ് ആയിട്ട് ഒരു റിസീവിങ് മോഡിൽ നിന്നുകൊണ്ട് ജീവിക്കുക. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റി നമ്മളുടെ ആ ഒരു ഓൾഡ് വെർഷൻ മാറ്റി ഒരു ന്യൂ വെർഷനിൽ നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മളുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ വരുമ്പോൾ അവിടെയെല്ലാം ഓവർ കോൺഫിഡൻസ് എടുക്കാതെ ബി കോഷ്യസ്. ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ഓവർ കോൺഫിഡൻസ് എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഡിവിൾ എനർജി ഡീമൻസ് ഇരുന്ന് നമ്മളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഈ ഒരു പോർട്ടൽ എനർജിയുടെ ഭാഗമായിട്ടുണ്ടാവുന്നത് കൊണ്ട് അവിടെ നമ്മളെപ്പോഴും വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മളെ തന്നെ ഒരു 8 പ്രാവശ്യം ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് കൂളാക്കി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ചെയ്യണോ എന്നൊക്കെ ഒന്ന് ഡ്യൂട്ടി ലെവലിൽ നമ്മളോട് ചോദിച്ച് പ്രപഞ്ചശക്തി, സയൻസ് സിൻക്രോണിസിറ്റീസ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നമ്മളുടെ ചുറ്റിനൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിനൊക്കെ എന്താണ് എനിക്ക് മെസ്സേജ് തരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും അവിടെ തടസ്സങ്ങൾ, റെഡ് ഫ്ലാഗ്സ് യൂണിവേഴ്സൽ ഫോഴ്സ് കാണിച്ചു തരുന്നെങ്കിൽ അതിലേക്ക് പോകാതെ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോവുക. അപ്പം നമുക്ക് കുറച്ച് വിഷമം ഉണ്ടെങ്കിലും ഒരു 6 മാസം 8 മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയത് ഇപ്പോൾ എത്ര മഹത്തരമായിട്ട് ഞാൻ ജീവിതത്തിൻ്റെ വേറൊരു മേഖലയിൽ എത്തി നിൽക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അത് പലതാവാം, റിലേഷൻഷിപ്പ് ആവാം, ജോബ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വൈസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വേറിട്ട രീതി ആവാം, whatever it may be. ആ ഒരു രീതിയിൽ നമ്മൾ ഓവർ കോൺഫിഡൻസ് ഒന്നും എടുക്കാതെ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കണ്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു എനർജി പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു 6 മാസം 8 മാസം കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു മാലയുടെ മുത്ത് കോർക്കുന്നത് പോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ ആ ഒരു ഔട്ട്കം ആയിട്ട് കിട്ടും. അപ്പോൾ ഔട്ട്കം ആയിട്ട് കിട്ടുമ്പോൾ അത് നെഗറ്റീവ് ഔട്ട്കം ആണെങ്കിൽ എന്തിന് പ്രപഞ്ചശക്തി എനിക്കിത് തന്നു എന്നൊരു ചോദ്യം നിങ്ങളിൽ ചോദിക്കുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഔട്ട്കം ആ ഒരു രീതിയിൽ ഒരു 6 മാസം 8 മാസം കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വളരെ മൈൻഡ്ഫുള്ളായിട്ട് എനിക്കിത് വേണോ, എൻ്റെ ജീവിതത്തിന് ഇത് നല്ലതാണോ, എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു മിഷൻ അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്ന് അല്ലെങ്കിൽ എൻ്റെ മൂല്യം എന്താണ് എന്നൊക്കെ തിരിച്ചറിയുന്ന ആ ഒരു വേളയിൽ ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്കാണോ പോകേണ്ടുന്നത്, ഇത് ഓരോ ചവിട്ടുപടികൾ ജീവിതത്തിൻ്റെ ചവിട്ടി കയറുമ്പോൾ ഇതെൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണോ, എൻ്റെ ജീവിതത്തിൻ്റെ മഹത്തരമായിട്ടുള്ള ആ ഒരു നമ്മളിലുള്ള ഒരു പ്രൊമോഷൻ എന്നൊക്കെയുള്ള രീതിയിൽ അത് നല്ലത് പ്രദാനം ചെയ്യുന്നതാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ
നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞൊരു 3 പ്രാവശ്യം നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ തടസ്സങ്ങൾ വന്ന് വീഴുന്നു. എന്നാലും ഞാനിത് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് പോകാതെ, തടസ്സങ്ങൾ വന്നത് നമ്മൾക്ക് പ്രപഞ്ചശക്തി തരുന്ന മുന്നറിയിപ്പാണ്, അതിൽ നിന്ന് പിന്മാറി വേറെ ദിശയിലേക്ക് പോകുക എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പ്രപഞ്ചശക്തി നമ്മൾക്ക് വളരെയധികം പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് ഒക്കെ തന്ന് നമ്മളുടെ ചുറ്റിനും ഉള്ള ആ ഒരു ശക്തിയെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും നമ്മളുടെ സെൻസറി സിസ്റ്റം കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം 100 പേരെ എടുത്താൽ 80% ആൾക്കാർക്കും പറ്റാത്തൊരു കാര്യം 20% അല്ലെങ്കിൽ 20 പേരിൽ ഒരാളായ എനിക്ക് ആ ഒരു പ്രപഞ്ചശക്തി, ഏഞ്ചൽ നമ്പർ, സ്പിരിറ്റ് ആനിമൽസ് അല്ലെങ്കിൽ സിൻക്രണസിറ്റി അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ അല്ലെങ്കിൽ പുസ്തകത്തിലൊരു വരി ഒക്കെ വായിക്കുമ്പോൾ പ്രപഞ്ചശക്തി എനിക്ക് തരുന്ന മെസ്സേജാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നെങ്കിൽ യുവർ സോൾ ഈസ് വെരി പവർഫുൾ. അതുമാത്രമല്ല, ഒരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഭൂമിയിൽ ഈ ഒരു ലൈഫ് ടൈമിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് ഉള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് റേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സാധാരണ ആളുകളെ പോലെ കാർമിക് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു പോകാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം ധർമ്മങ്ങളാവണം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് പോവുക. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു ലൈഫ് ലെസൺ ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പല രീതിയിലും ട്രിഗറിങ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങ് താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്ത് ജയിച്ചു പോകാനോ അല്ലെങ്കിൽ അവർ പല ആളുകളുടെ അടുത്തും എടുക്കുന്ന ടാക്ടിക്സ് നമ്മളുടെ അടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്നോ ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോ വ്യക്തികളും ആയിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ ഒക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ പ്രപഞ്ചശക്തിയോട് അത്രയും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് വരുന്ന ഓപ്പർച്യൂണിറ്റിയിൽ വളരെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മളുടെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നോ അതിനനുസരിച്ച്, മൈൻഡല്ല നമ്മളുടെ ഇൻഡ്യൂഷൻ, അതായത് സോൾ ലെവലിൽ നമ്മളോട് എന്ത് പറഞ്ഞു തരുന്നോ ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ, നമ്മുടെ തോട്ടം നമ്മുടെ ഫീലിങ്ങും എല്ലാം ആ ഒരു രീതിയിലായാൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ഒരു 6-8 മാസം കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് മാനിഫെസ്റ്റേഷൻ നമ്മളുടെ ജീവിതത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ജീവിതം ഏത് രീതിയിൽ എനിക്ക് ആഗ്രഹിച്ച രീതിയിൽ മാറണം, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരെ സ്വതന്ത്രമായിട്ട് എൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണോ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിന്നുകൊണ്ട് എന്നാൽ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു പെയിനെല്ലാം സപ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ഇന്നർ ചൈൽഡ് എന്നോട് തന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്ത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളിൽ ഞാൻ സങ്കടപ്പെട്ട് അതൊന്നും ഹീൽ ചെയ്യാതെ ആ വേദനകളെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് മറ്റുള്ളവരെയും വേദനിപ്പിച്ച് ജീവിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് വളരെ ധർമ്മങ്ങളാക്കിക്കൊണ്ട്, ഈശ്വരൻ എന്നെ ഭൂമിയിലേക്ക് വിട്ടപ്പോൾ അല്ലെങ്കിൽ ഈശ്വരൻ്റെ സൃഷ്ടിയായ ഞാൻ ഈ ഒരു ജന്മം ഇവിടെ ജീവിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു അർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലും 1% ശരിയായ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന ഉള്ള ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അവെയർ ആയിരിക്കുക മാത്രം. അതിൽ ഒരുപാട് ഫോക്കസ് ചെയ്ത് ഞാൻ ചെയ്തത് ശരിയാണോ, അങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ എന്നൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അവെയർ ആയിരിക്കുക. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങളുടെ എനർജി ഒരിക്കലും ആരുടെയും മുന്നിൽ ഡ്രെയിൻ ചെയ്ത് കളയാതെ, കാരണം എല്ലാവരും നമ്മളുടെ മുന്നിൽ വരുന്നവർ നല്ലവരല്ല. അപ്പോൾ എല്ലാവരെയും നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൂട്ടിയോജിപ്പിച്ച് ഇങ്ങനെ മാലയിലെ മുത്ത് കോർക്കുന്നത് പോലെ കൂടെ നിർത്തേണ്ട കാര്യവുമില്ല. ഓരോരുത്തരും വരും, അവരെ കൊണ്ട് നമ്മൾ പാഠങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ അവർ പാഠങ്ങൾ പഠിക്കും. അതിനുശേഷം അവർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയെല്ലാം പ്രപഞ്ചശക്തിയാണ് എല്ലാ വ്യക്തികളെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹൊപ്പോനോപ്പോനോ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുക. എന്ത് വേദനകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും ഒരു പേപ്പർ എടുത്ത് അത് എഴുതി പ്രപഞ്ചശക്തിക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അത് എഴുതി കത്തിച്ച് കളയുക. അങ്ങനെ നമ്മളുടെ ആ ഒരു ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി വളരെ വളരെ ബാലൻസ്ഡ് ആയിട്ട്, നമ്മൾക്ക് ബാഗേജ് ഒന്നും ഇല്ല, കയോസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ഈഗോയെ പൂർണ്ണമായും ഡെത്ത് സംഭവിക്കുന്ന രീതിയിലേക്കാക്കി നിർത്തുക. അപ്പോൾ ആര് വന്ന് ഞാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ മോശമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതെന്ന് ശരിയല്ല, നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ നിങ്ങളുടെ വേ ഓഫ് ലിവിങ് ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞാലും നമുക്ക് അവരോടൊന്നും ആർഗ്യൂ ചെയ്തില്ലെങ്കിലും പ്രപഞ്ചശക്തിയോടൊരു മന്ദഹാസത്തോടു കൂടി പറയാം, താങ്ക് യു സോ മച്ച്. അവരങ്ങനെ പറഞ്ഞെങ്കിൽ അവരുടെ അറിവില്ലായ്മ,
ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ ഇവരുടെ ഈ ഒരു തരത്തിലുള്ള ഈ ബിഹേവിയറിലൊന്നും ഉള്ള നെഗറ്റിവിറ്റി നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. എത്ര നെഗറ്റിവിറ്റി നമ്മളുടെ മുന്നിൽ വന്നാലും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.